Congrats to Commerce family. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ള ഒരു ഫീലിംഗിലായിരിക്കും ഇപ്പൊ ഇരിക്കുന്നത്. കാരണം യെസ്, നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ആണ് നിങ്ങൾക്ക് ഇനി എക്സാംസ് വരാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഇവർക്ക് 11 ചാപ്റ്റർ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് അതൊരു വലിയൊരു എന്താ ഒരു വലിയൊരു സംഭവമാണ്. സംഭവം നല്ല ഒരു വലിയ കടമ്പ കഴിയണം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സ്കീമാണ്. കാരണം യെസ്, ആദ്യം തൊട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കണം. അപ്പം അങ്ങനത്തെ കുഞ്ഞുങ്ങളും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം പഠിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഏതാന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ എക്സൈറ്റ്മെന്റോട് ഇരിക്കുന്നവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതിന്റെ അകത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓരോ ചാപ്റ്ററും, അതായത് 1 തൊട്ട് 11 വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ അകത്തൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉറപ്പായിട്ടും പഠിക്കേണ്ടത്. പഠിക്കാതെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവരുത്. അങ്ങനെയുള്ള കുറച്ച് ചില ചാപ്റ്ററുകളൊക്കെ ഇവർക്ക് തോന്നുമെന്നാൽ ഇതങ്ങ് സ്കിപ്പ് അടിക്കാം എന്ന് തോന്നും. പക്ഷെ അങ്ങനെ സ്കിപ്പ് അടിക്കാം എന്ന് വിചാരിക്കുന്ന ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിന്റെ അകത്തുനിന്ന് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. കാരണം ഇത് എന്താണെങ്കിലും എക്സാംസിന് സ്ഥിരം ചോദിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ഞാൻ ഡീൽ ചെയ്യുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിന്റെ അത് വാട്ട് ഇസ് മാനേജ്മെന്റ്, അതിന്റെ മീനിങ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് എന്താണെങ്കിലും എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുക. ഉറപ്പായിട്ടും ഒരു 4-5 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്, ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്താണെങ്കിലും പഠിച്ചിട്ട് പോവുക. കാരണം അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം കാണുന്നതാണ്. കോർഡിനേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ്. അത് 4 മാർക്കിനും 5 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന സാധനമാണ്. അവസാനത്തെ ആ കോർഡിനേഷൻ എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു സംഭവം. അപ്പൊ എല്ലാവർക്കും സ്കിപ്പ് അടിക്കാനായിട്ടുള്ള ഒരു തോന്നൽ വരും. പക്ഷേ യെസ്, ആ ഒരു തോന്നൽ നിങ്ങൾ അങ്ങ് മാറ്റിക്കോ. കോർഡിനേഷൻ എന്താണെങ്കിലും വരുന്ന സംഭവമാണ്, പഠിച്ചിട്ടേ പോകാം. ഓക്കെ, അപ്പൊ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. 1 വേർഡ് മുതൽ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഇപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ വരെ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റ് നല്ല വെയിറ്റേജ് ഉള്ളതുമാണ്. അതുപോലെ തന്നെ വെയിറ്റേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ വെയിറ്റേജ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യെസ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിസിനസ് എൻവയൺമെന്റ്. ബിസിനസ് എൻവയൺമെന്റിന്റെ അകത്ത് എന്താണെങ്കിലും എന്താണ് ബിസിനസ് എൻവയൺമെന്റ് എന്നൊരു ചോദ്യം, യെസ്, അതിന്റെ മീനിങ് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയൺമെന്റ് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പം അത് വെറുതെ നിങ്ങൾ അതൊന്നും വരത്തില്ലായിരിക്കും എന്നൊന്ന് വിചാരിക്കേണ്ട. എങ്ങനെ പോലെ ഒരു 3-4 മാർക്കിന് എന്താണെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, 4ാമത്തെ ചാപ്റ്റർ പ്ലാനിംഗ് ആണ്. നമ്മൾ മാനേജ്മെന്റ് ഫംഗ്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ പ്ലാനിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ടത് പ്രോസസ് ഓഫ് പ്ലാനിംഗ് ആണ്. ഈ പ്രോസസ്, സ്റ്റെപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു 4-5 മാർക്കിന് സ്ഥിരമാണ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്ങും ടൈപ്സ് ഓഫ് പ്ലാനിംഗ്. ലിമിറ്റേഷൻസ് എനിക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് അടിക്കരുത്, എന്തായാലും പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് 5-6 ഒരു 8-9 പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അകത്തുനിന്ന് മിനിമം ഒരു 4 പോയിന്റ്. അതുപോലെ തന്നെ സ്കോർ വെയിറ്റേജ് നോക്കുക. 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 പോയിന്റ്സ് പഠിച്ചാൽ മതി. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് 2 പോയിന്റ് പഠിച്ചാൽ മതി. ഓക്കെ, അടുത്തതാണ് ഓർഗനൈസിംഗ്. ഓർഗനൈസിംഗിന്റെ അകത്ത് ഫീച്ചേഴ്സ് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. മിനിമം 4 എണ്ണമെങ്കിലും പഠിക്കുക. കാരണം 4 മാർക്കിനാണ് ഫീച്ചേഴ്സ് ചോദിക്കുന്നത്. 4 മാർക്കിനാണ് ചോദിക്കുന്നത്. സ്പാൻ ഓഫ് കൺട്രോൾ 2 മാർക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് 2 മാർക്സ് എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്നുള്ള സംഭവം, ഒരു കോൺസെപ്റ്റ് എന്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി വെക്കുക. 3 മാർക്കിന് ചോദിച്ചാലും 2 മാർക്കിന് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന പോലെ പഠിച്ചിട്ട് പോകുക. ഡിഫറൻസ് ബിറ്റ്വീൻ ഫങ്ഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ സ്ഥിരം ക്വസ്റ്റ്യൻ. ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഒരു ബോക്സ് വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ പോലെ എഴുതി വെക്കുക. ഡെലിഗേഷൻ എലമെന്റ്സ്, അത് എന്താണെങ്കിലും ചോദിക്കുന്ന സാധനമാണ്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ്. അതിന്റെ അകത്ത് അത്യാവശ്യം കുറെ കണ്ടന്റ് ഉണ്ട്. പക്ഷെ അതിന്റെ അകത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാതെ പോകരുത്. നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാഫിംഗ് ആണ്. കുറച്ച് വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്, പക്ഷെ സിമ്പിൾ ആയിട്ട്, സിമ്പിൾ, നമുക്ക് അറിയാവുന്ന സാധനമൊക്കെ തന്നെ. നമുക്കറിയാം, കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ കൊടുത്താൽ മതി, കൊടുക്കാൻ പറ്റില്ല, ഇതിലുള്ളത് കൊടുക്കുക. ഓക്കെ, സ്റ്റാഫിംഗിന്റെ സ്റ്റെപ്സ് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലാനിംഗിന്റെ പ്രോസസ്സും സ്റ്റെപ്പും ഒക്കെ പഠിച്ചിട്ട് ആ സ്റ്റെപ്സിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റും സെലക്ഷനും ട്രെയിനിങ്ങും എപ്പോഴും ചോദിക്കുന്ന ഓൺ ദി ജോബും ഓഫ് ദി ജോബും. എന്താണ് ഓൺ ദി ജോബ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ട്രെയിനിങ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഓക്കെ,
അടുത്തതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്തും നമുക്ക് 3 എണ്ണമാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഒന്ന് എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്, ലൈക്ക് മോട്ടിവേഷൻ പ്രോസസ്സ്, എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്, പിന്നെ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. വരും ഉറപ്പായിട്ടും വരും. ഇത് എസ്സേ ആണ് മക്കളെ, ഇത് എസ്സേ ആണ്. ഞാൻ എഴുതിയിരിക്കുന്ന അറബി പോലൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ ഇത് എസ്സേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ ഇത് എന്താണേലും മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എപ്പോഴും വരുന്ന സാധനമാണ്. അത് വരുന്നുണ്ട്. മാസ്ലോ എന്ന് പറയുന്ന സാധനം കാണുന്ന ഉടനെ ഇതാ ഈ ഒരു സംഭവം, ഈ ട്രയാങ്കിൾ ഒരു 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് എന്റെ കുഞ്ഞുങ്ങൾ അങ്ങ് എഴുതി തുടങ്ങിക്കോ. ഒരു സീനും ഇല്ല, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. 4 മാർക്കിന് ചോദിച്ചാലും 5 മാർക്കിന് ചോദിച്ചാലും 8 മാർക്കിന് ചോദിച്ചാലും ഈ ഒരു ഡയഗ്രാം എന്റെ കുഞ്ഞുങ്ങൾ വരച്ച് വെക്കുക. യെസ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് ഓർഡറിലാക്കുക. അതായത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ഓർഡർ ആയിട്ട് നമ്മൾ ചെയ്യാൻ ചോദിക്കും. അപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം ഏതൊക്കെ ലെവലിൽ എന്തൊക്കെ സംഭവങ്ങളാണ്. യെസ്. അപ്പൊ അതുകൊണ്ട് ഓർഡർ പഠിക്കാം. ഓക്കെ. അപ്പൊ അതിനുള്ള ട്രിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് അറിയാവുന്ന സാധനം എഴുതാം. പക്ഷെ സ്റ്റെപ്പ്, പ്രോസസ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡയഗ്രാം ഒക്കെ വരുന്ന ഓർഡർ തന്നെ പഠിച്ചു വെക്കാം. ടൈപ്സ് ഓഫ് ഇൻസെന്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2 മാർക്സിനും കഴിഞ്ഞ പ്രാവശ്യം ഒരു 3 മാർക്കിനും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മിനിമം ഒരു 4 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പൊ 4 എണ്ണമെങ്കിലും മിനിമം പഠിച്ചു വെക്കുവാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് എഴുതി തകർക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗിലും പ്രോസസ് വരുന്നത്. വീണ്ടും പ്രോസസ് സ്റ്റെപ്പ് എവിടെ കണ്ടാലും പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഞാൻ എടുക്കുന്ന എല്ലാ ചാപ്റ്ററിലും അതെ, മിനിമം 4 എണ്ണമെങ്കിലും എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് പോകാം. കൺട്രോളിംഗ് 4 മാർക്കിനുള്ള വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് സുഖമല്ലേ, 4 എണ്ണം പഠിച്ചാൽ മതി. പക്ഷെ ചിലപ്പോൾ ചോദിക്കാം. പക്ഷെ എന്നാലും മിനിമം, അതായത് ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു കുട്ടിയുടെ പെർസ്പെക്ടീവിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾ 4 എണ്ണമെങ്കിലും എന്തായാലും പഠിച്ചു വെക്കാം. ഓക്കെ. അതില് കൺട്രോൾ പ്രോസസ് ഓഫ് കൺട്രോളിംഗിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. 2 മാർക്കിന് 2 മാർക്സിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് 2 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതും കൂടി ഒന്ന് നിങ്ങൾ നോക്കി വെക്കാം. ഓക്കെ. ഓക്കെ. അടുത്തതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ആർക്കും കണ്ണെടുത്ത് കണ്ടുകൂടാ എന്ന് പറയുന്ന അതെ, അത് നമുക്ക് വരെ ഒരു ട്രോമ തരുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിക്കല്, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. മിസ്സിന്റെ 1 ഷോട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്റെ കുഞ്ഞുങ്ങളൊന്ന് കണ്ടാൽ മതി. അപ്പൊ ഇതിന്റെ അകത്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും പഠിക്കാതെ പോവരുത്. ഈ ചാപ്റ്റർ എല്ലാ കുഞ്ഞുങ്ങളും പറയുന്നത്, ഈ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ തന്നെ അടുത്ത ഓപ്ഷൻ വരുമല്ലോ. പക്ഷെ ഓപ്ഷൻ വരുന്നതും ഈ ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ നിങ്ങൾ മാനത്ത് നോക്കിയിരിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാനത്ത് നോക്കിയിരിക്കണമെങ്കിൽ ചോദിക്കാതിരിക്കാം. അപ്പൊ ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന സാധനമാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റിയും ഫിക്സഡ് ക്യാപിറ്റലിനെ പറ്റിയും അതിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, ഡിഫറൻസ് ബിറ്റ്വീൻ അതിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അത് മിസ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലെ ക്ലാസ്സുകളും നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും 2 എണ്ണം ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ. അടുത്താണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്താണെന്നുള്ള 2 മാർക്സിന് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 4 മാർക്സിന് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ടേ പഠിക്കാൻ വിചാരിക്കുന്ന ആൾക്കാർ ഇതെങ്കിലും പഠിച്ചിട്ട് സ്കിപ്പ് അടിക്കണ്ട. ഞാൻ പറയുന്നു സ്കിപ്പ് അടിക്കരുത്. യെസ്. അപ്പൊ അതുകൊണ്ട് സ്കിപ്പ് അടിക്കാനായിട്ട് നിങ്ങൾ നോക്കണ്ട. അത് വളരെ നല്ല എന്നുവെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. യെസ്. പിന്നെ മാർക്കറ്റിംഗിന്റെ കേസിൽ വരുന്നത് അതിന്റെ ഫങ്ഷൻസ് നോക്കുക. പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പോഴും ചോദിക്കുന്നതാണ്. 4 മാർക്സിന് സ്ഥിരം ചോദിക്കുന്ന സാധനമാണ്. വെറുതെ വിടരുത്, ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റിംഗ് മിക്സ്, അതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് 4 പീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 4 പീസ് എന്താണെന്നുള്ള സംഭവം നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന സാധനമാണ് പ്രൈസിങ് അഫക്റ്റിംഗ് ഫാക്ടേഴ്സ് വരുന്ന ഫാക്ടേഴ്സ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്സ്, പിന്നെ എന്തെങ്കിലും പിന്നെന്തായിരുന്നു നമ്മൾ സ്റ്റെപ്സ് അല്ലാതെ പ്രോസസ്സ് അല്ലെ, പ്രോസസ്സ്, ഫാക്ടേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏതെല്ലാം ചാപ്റ്ററിലുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും മിനിമം 4 പോയിന്റ്സ് പഠിച്ചു വെക്കുക. 4 പോയിന്റ്സ് നമ്മൾ പഠിക്കാൻ പറയുന്നുള്ളൂ. അതെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പഠിക്കുന്നില്ലെന്ന് വിചാരിക്കുന്നവരെങ്കിലും 4 പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെക്കുക. ഈ ബിസിനസിന്റെ വലിയ ചാപ്റ്റർ ആണ്. ഈ ഒരു ബിസിനസിന്റെ ഗുണം എന്താണെന്നറിയോ? ആ പോയിന്റ് എന്താണ് സംഭവം എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് എന്താണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് എഴുതാവുന്നത് കൊണ്ട് തന്നെ പോയിന്റുകൾ പഠിച്ചു വെക്കുക. ബാക്കി നിങ്ങൾക്ക് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ. അപ്പം പ്രൈസിങ് അഫക്റ്റിംഗ് ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കുക. മാർക്കറ്റിംഗ് മിക്സ് ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോവരുത്, പഠിച്ചിട്ടേ പോകാവുള്ളൂ.
മാർക്കറ്റിംഗും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീനും പഠിച്ചിട്ട് പോകാം. ലാസ്റ്റ് ചാപ്റ്റർ ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കുഞ്ഞൊരു കുട്ടി ചാപ്റ്റർ 4 മാർക്കേ വെയിറ്റ്. അത് അനുസരിച്ച് പറഞ്ഞു വളരെ സിമ്പിൾ, കണ്ണ് അടച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. ഓക്കെ, സ്കിപ്പ് അടിക്കാതെ തന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ എല്ലാവരും കൺസ്യൂമേഴ്സ് ആണ്. ആ റൈറ്റ്സ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ 3 ടയർ മെഷീനറി ഉണ്ട്, അതും കൂടി പഠിച്ചു വെക്കുക. റിലീഫ്സ് അവൈലബിൾ ആയിട്ടുള്ള, അതായത് കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും എക്സ്പ്ലോയിറ്റേഷൻസ് നേരിടുകയാണെങ്കിൽ എന്തൊക്കെ റിലീഫ്സ് ആണ് കിട്ടാൻ ചാൻസ് ഉള്ളത്, അതൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ NGOയുടെ റോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ടഷുവ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുകൊണ്ട് അത് പഠിച്ചിട്ടേ കാര്യങ്ങളാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കരുത് ഇതിപ്പോ ചാപ്റ്ററിലുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അല്ല, നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ പറയും, നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും സംഭവമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഇതാണോ എന്ന് നിങ്ങൾ തോന്നും. പക്ഷെ പഠിക്കാത്തവർ വിചാരിക്കും എന്താ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം തന്നെയാണ്, അങ്ങനെ ഇത്രേ ഉള്ളൂ എന്നല്ല, ഇത് ടെക്സ്റ്റിലുള്ള സാധനം തന്നെയാണല്ലോ ഇതെല്ലാം എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. പക്ഷെ ടെക്സ്റ്റിലുള്ള കംപ്ലീറ്റ് സംഭവങ്ങൾ ടോപ്പിക്സ് അല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. അതെന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. യെസ്, അപ്പം ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന പോലെ നിങ്ങൾ ഒരിക്കലും ക്വിറ്റ് ചെയ്യരുത്. നിങ്ങൾ അവസാന നിമിഷം ആയിരിക്കും ഇപ്പം, അല്ലെങ്കിൽ അവസാന നിമിഷത്തിലും നിങ്ങൾക്ക് കുറെ കുഞ്ഞുങ്ങൾ മെസ്സേജ് അയച്ചായിരുന്നു, അവസാന നിമിഷത്തിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പേടിയാണ്, ഞങ്ങൾക്ക് ഇതൊന്നും തീരുന്നില്ല എന്ന്. പക്ഷെ നിങ്ങൾ ക്വിറ്റ് ചെയ്യരുത്, കീപ് ഗോയിങ്. നിങ്ങൾ മുന്നോട്ട് പൊക്കോണ്ടേ ഇരിക്കുക. കാരണം നിങ്ങൾക്ക് ആ കിട്ടുന്ന ഈ ഓരോ ഇൻഫർമേഷൻസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നന്നായിട്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന സാധനം തന്നെ നിങ്ങളൊന്ന് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് കാണുക. ഇനി വഴിയെ പുറകെ കുറെ വീഡിയോസും ഷോർട്സ് ഒക്കെ ലോങ് ലൈവ് സീരീസ് ഒക്കെ എന്റെ കുഞ്ഞുങ്ങൾ ഇരുന്ന് കാണുവാണെങ്കിൽ ഒരു സീനും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ബിസിനസ് സ്റ്റഡീസ് ഒക്കെ സിമ്പിൾ ആണ്. നിങ്ങൾ ഒന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് നിങ്ങൾ 11th സ്റ്റാൻഡേർഡിൽ എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ബിസിനസ് സ്റ്റഡീസ് സിമ്പിൾ എന്നൊക്കെ പറഞ്ഞ ഒരു സബ്ജക്ട് ആണ്. അപ്പൊ 12th നിങ്ങൾക്ക് സിമ്പിൾ ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നന്നായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.